ഹായ് വെൽക്കം ടു എഡ്യൂബ്ലിസ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടറ്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് PYQs, ഒരുപാട് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സൈക്കോളജിയുടെ ഭാഗത്ത് നമ്മൾ തീവ്രമായിട്ട് എത്രത്തോളം PYQ ചെയ്യുന്നോ അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായും നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിയുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഏതാണ് ഉത്തരം എന്ന് നോക്കുക, എന്നിട്ട് ഉത്തരം പറയുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, അത് ശരിയാണോ തെറ്റാണോ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയായി എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താണ് നോക്കൂ. കുട്ടി സ്വയം കേന്ദ്രീകൃതമായി തോന്നുന്ന വികാസഘട്ടം, ദ സ്റ്റേജ് ഇൻ വിച്ച് ദ ചൈൽഡ് ലുക്സ് സെൽഫ് സെൻറ്റേർഡ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കൗമാരം, ശൈശവം, ആദ്യ ബാല്യം, യുവത്വം. എവിടെയാണ് കുട്ടി സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് കുട്ടിക്ക് തോന്നുന്നത്? ഏർലി ചൈൽഡ്ഹുഡ് പീരീഡ്, അതല്ലെങ്കിൽ ആദ്യ ബാല്യത്തിലാണ്. ഏതാണ്? ആദ്യ ബാല്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു CTET എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേജസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇൻറ്റൻസ് സെൽഫ് അവെയർനെസ്. ഇൻറ്റൻസ് സെൽഫ് അവെയർനെസ് കുട്ടിക്ക് ഉണ്ടാകുന്നത് ഏത് ഘട്ടമാണ്? ഇൻഫാൻസി, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, അഡൾട്ട്ഹുഡ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇൻറ്റൻസ് സെൽഫ് അവെയർനെസ് എന്നാണ് ക്വസ്റ്റ്യൻ കൊടുത്തത്. ഇവിടുത്തെ ഉത്തരം അഡോളസൻസ് ആണ്. എന്താണ്? അഡോളസൻസ് ആണ്. മാറിപ്പോവരുത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ സർഗാത്മകതയുടെ അടിസ്ഥാനം ഡാഷ് ആണ്. അക്കോർഡിംഗ് ടു ഗിൽഫോർഡ്, ക്രിയേറ്റിവിറ്റി ഈസ് ബേസ്ഡ് ഓൺ ഇൻ്റലിജൻസ്, ഇൻസൈറ്റ് തിങ്കിങ്, കൺവേർജൻറ്റ് തിങ്കിങ്, ഡൈവേർജൻറ്റ് തിങ്കിങ്. അപ്പോൾ ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനം എന്താണ്? ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്, അതല്ലെങ്കിൽ വിവ്രജന ചിന്തനം. ഇവിടെ കൺവേർജൻറ്റ് തിങ്കിങ് എന്തായിരുന്നു? പ്രോബ്ലം സോൾവിങ്, അല്ലേ? പ്രോബ്ലം സോൾവിങ് മെത്തേഡിന് ഉപയോഗിക്കുന്ന തിങ്കിങ് ആണ് എന്ത്? കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് CTET എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് ഈസ് റിലേറ്റഡ് ടു. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡൈവേർജൻറ്റ് തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, ഇവാലുവേറ്റീവ് തിങ്കിങ് ആൻഡ് കൺവേർജൻറ്റ് തിങ്കിങ്. ഇവിടെയും ഉത്തരം ഏതാണ്? ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ, അതായത് ബേബി ടോക്ക് സംസാരിക്കുന്നു. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? വിച്ച് ഡിഫൻസ് മെക്കാനിസം? ഏതാണ് ബേബി ടോക്ക്? ഏത് ഡിഫൻസ് മെക്കാനിസമാണ്? റിപ്രഷൻ, റിഗ്രഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ. ഏതാണ്? ദമനം, പശ്ചാത്ഗമനം, യുക്തീകരണം, ഉദാത്തീകരണം. ഏതാണ് ഉത്തരം? റിഗ്രഷൻ, അതല്ലെങ്കിൽ പശ്ചാത്ഗമനം എന്ന് പറയാം. ഇതായിരിക്കും ഉത്തരം. അപ്പോൾ അതുപോലെ ഒരു CTET ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ടൈപ്പ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഈസ് യൂസ്ഡ് ബൈ എ പേഴ്സൺ വെൻ ഹി ഗെറ്റ്സ് ആംഗ്രി അറ്റ് ഹിസ് ചൈൽഡ്? കുട്ടിയോട് ദേഷ്യം പിടിക്കുക, ലൈക്ക് സ്പൗസ്, അല്ലെ ഭാര്യയോട്, ബിക്കോസ് ഹി ഹാഡ് എ ബാഡ് ഡേ അറ്റ് വർക്ക്. ജോലി ചെയ്തപ്പോൾ, അല്ലേ, എന്നത്തെ ജോലി ഭയങ്കര പ്രയാസമേറിയ ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് അത് വീട്ടിലെത്തിയപ്പോൾ മക്കളോടും ഭാര്യയോടും ആ ദേഷ്യം തീർക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഡിനൈൽ, റിപ്രഷൻ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെയുള്ള കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഉത്തരം ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. പുതിയൊരു കൺസെപ്റ്റാണ്. പിന്നെ അടുത്ത് നോക്കൂ. സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക് സിദ്ധാന്തത്തിൻ്റെ ഘടകങ്ങളാണ് സർഗാത്മക ബുദ്ധി, പ്രയോഗ ബുദ്ധി, ഡാഷ് എന്നിവ. അപ്പോൾ ഒരു ബുദ്ധി കൂടി അവിടെ ഉണ്ട്. ഇംഗ്ലീഷ് നോക്കൂ. സ്റ്റേൺബർഗ്സ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് ഇൻക്ലൂഡ് ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്, പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാഷ് ഇൻ്റലിജൻസ്. ഏതായിരിക്കും? സ്റ്റേൺബർഗിൻ്റെ ട്രയാർക്കിക്കിൽ ഒന്നുകൂടി ഉണ്ടല്ലോ. അനാലിറ്റിക്കൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, സ്പാഷ്യൽ ഇൻ്റലിജൻസ്. ഏതാണ് ഉത്തരം? ഉത്തരം അനാലിറ്റിക്കൽ ഇൻ്റലിജൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മറ്റുള്ളവ എന്തിൻ്റേതാണ്? ഇമോഷണൽ ഡാനിയൽ ഗോൾമാൻ്റേതായിരുന്നു. ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് അത് അവാർഡ് കാണുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സ്പാഷ്യൽ ഇൻ്റലിജൻസും അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നിങ്ങൾ അടുത്തൊരു CTET എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നോക്കൂ.
CTET-ൽ വന്ന ഒരു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഫോം ഓഫ് സ്റ്റേൺബർഗ്സ് ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ്? പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്, റിസോഴ്സ്ഫുൾ ഇൻ്റലിജൻസ്, മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതായിരിക്കും? പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ക്ലിയർ അല്ലേ? പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഗൃഹപാഠം ചെയ്യാതെ 7ാം പീരിയഡിൽ കളിക്കാൻ വിടുന്നതല്ല. രാധാ ടീച്ചർ പറഞ്ഞു. ഇത് കേട്ട നിമിഷം തന്നെ ചില കുട്ടികൾ നോട്ട് പുസ്തകത്തിൽ എഴുതി തുടങ്ങി. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ലോ ഓഫ് റെഡിനെസ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ലോ ഓഫ് എഫക്റ്റ്. അപ്പോൾ ഏതാണ്? അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഗൃഹപാഠം ചെയ്യാതെ കളിക്കാൻ വിടുന്നതല്ല. ഇത് കേട്ട കുട്ടികൾ എഴുതാൻ തുടങ്ങി. ബട്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്? ടീച്ചർ ഒരു നല്ലൊരു റെസ്പോൺസ് കുട്ടികൾ തരുമ്പോൾ ഒഴിവാക്കി കൊടുക്കുന്നു? അവർക്ക് ഇഷ്ടമില്ലാത്ത കളിക്കാൻ പോവാതിരിക്കുക എന്ന് പറഞ്ഞാൽ പി ടി പീരീഡ് ക്ലാസ്സിൽ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല. ആ ഒരു കാര്യം ടീച്ചർ ഒഴിവാക്കി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം റിമൂവ് ചെയ്യുമ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഷ്ടമില്ലാത്തൊരു കാര്യം റിമൂവ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രതികരണം കിട്ടുകയാണ്, നല്ലൊരു റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് മാറിപ്പോവാറുണ്ട് പലപ്പോഴും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണോ എന്ന് വിചാരിക്കാറുണ്ട്. ഇപ്പോൾ ലോ ഓഫ് റെഡിനെസ്സും ലോ ഓഫ് എഫക്റ്റും എന്താണ്? ആരുടേതായിരുന്നു? ലോ ഓഫ് റെഡിനെസ് ആൻഡ് 3 പ്രൈമറി ലോസ് ഉണ്ട്. ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ് ആൻഡ് ലോ ഓഫ് എഫക്റ്റ്. അതിൽ എക്സസൈസിൻ്റെ ഒരു ഭാഗമായിരുന്നത് ലോ ഓഫ് യൂസ് ആൻഡ് ലോ ഓഫ് ഡിസ്യൂസ്. ഓക്കെ, ലോ ഓഫ് ഡിസ്യൂസ്. ഇനി അടുത്ത നോക്കൂ, ഇതുമായി ബന്ധപ്പെട്ടൊരു CTET-ൽ വന്നതാണ്. ദ ടീച്ചർ സെഡ് രേഖയോട് പറഞ്ഞെന്താ? ഷീ ഈസ് നോട്ട് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഗെയിം പീരീഡ് ആസ് ഷീ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹെർ ഹോംവർക്ക്. ഹോംവർക്ക് ചെയ്തില്ലാത്തത് കൊണ്ട് ഗെയിം പീരീഡിൽ എന്തില്ല, അവളെ വിടുന്നില്ല. ടീച്ചർ സെഡ് ഷീ ഈസ് നോട്ട് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗെയിം പീരീഡ് ആസ് ഷീ ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ഹെർ ഹോംവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വിടില്ല. അപ്പോൾ എന്തായി? സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? കുട്ടി എന്ത് ചെയ്യും? എഴുതാൻ ശ്രമിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇവിടെ ശ്രമിച്ചിട്ടുള്ളതാണ് എന്ത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. മാറിപ്പോരുത് കേട്ടോ. ക്വസ്റ്റ്യൻ പല രീതിയിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തലയണയെ തൻ്റെ കൂട്ടുകാരിയായി സങ്കല്പിച്ച് സംഭാഷണം നടത്തുന്ന കുട്ടി പിയാഷെയുടെ കാഴ്ചപ്പാടിൽ ഏത് മാനസിക കഴിവുകളുടെ പൂർത്തീകരണമാണ് നടത്തുന്നത്? വിച്ച് മെൻ്റൽ എബിലിറ്റി അക്കോർഡിംഗ് ടു പിയാഷെ ഇഫ് അക്കംപ്ലിഷ്ഡ് ബൈ എ ചൈൽഡ് ഹു ഈസ് ടോക്കിംഗ് ടു ഹിസ് പിലോ പ്രറ്റൻഡിങ് ഇറ്റ് ഹാസ് ഹിസ് ഗേൾ ഫ്രണ്ട്. ഒരു ആനിമിസം ഒരു ആനിമലിൻ്റെ ഒരു പ്രത്യേകത ഒരു തലയണക്ക് കൊടുക്കുമ്പോൾ നമുക്കതിന് പറയാൻ പറ്റുന്ന പേരാണെന്ത്? ആനിമിസം. സചേതനത്വം എന്ന് മലയാളത്തിൽ പറയും. ഇതിൽ ഈഗോസെൻട്രിസം ഉണ്ട്, സിംബോളിക് തോട്ട് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രേഷൻ ഇതുണ്ട്. സിംബോളിക് തോട്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. സിംബോളിക് തോട്ട് ഇതിന് മുമ്പ് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു പെൻസിലിനെ എന്തായിട്ട് സങ്കല്പിക്കുക? റോക്കറ്റായി സങ്കല്പിക്കുക. കുട്ടി ഒരു പെൻസിലിനെ റോക്കറ്റായി സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്കതെന്ത് പറയാം? പ്രതീകാത്മക ചിന്തനം എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. അക്കോർഡിംഗ് ടു പിയാഷെ ഈഗോസെൻട്രിക് ഈസ്, അത് നേരത്തെ പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യനാണ്. എൻവിയോൺമെൻറ്റ് ഈസ് സെൻറ്റർ ഓഫ് നോളജ്. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവിയോൺമെൻറ്റ്, പരിസ്ഥിതി നോളജിൻ്റെ സെൻറ്ററാണ്. ചൈൽഡ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ വേൾഡ് ആൻഡ് എവറിത്തിങ് റിവോൾവ്സ് അറൗണ്ട് ഹിം. ഈ കുട്ടിയാണ് വേൾഡിൻ്റെ സെൻറ്റർ, അതുപോലെ എല്ലാം അവന് ചുറ്റും കറങ്ങുകയാണെന്ന് തോന്നുക. സെൻസറി മോട്ടോർ സ്റ്റേജാണ് നൺ ഓഫ് ദിസ്. ഏതാണ്? ഈഗോസെൻട്രിക് തോട്ട് എന്ന് പറഞ്ഞാൽ ചൈൽഡ് എന്ന് വിചാരിക്കുന്നു. ചൈൽഡ് ഈസ് ദ സെൻറ്റർ ഓഫ് വേൾഡ് ആൻഡ് എവരിത്തിങ് റിവോൾവ്സ് അറൗണ്ട് ഹിം എന്ന് കുട്ടി വിചാരിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? ഈഗോസെൻട്രിക് എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ പഠന ശ്രേണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഹു എമോങ് ദ ഫോളോവിങ് അസോസിയേറ്റഡ് വിത്ത് ഹെയറാർക്കി ഓഫ് ലേണിംഗ്? അബ്രഹാം മാസ്ലോ, എഡ്ഗാർ ഡെയ്ൽ, ഹവാർഡ് ഗാർണർ, റോബർട്ട് ഗാഗ്നെ. ആരാണ്? റോബർട്ട് ഗാഗ്നെയാണ് ഹെയറാർക്കി ഓഫ് ലേണിംഗ്. ഞാൻ പറഞ്ഞു ഹെയറാർക്കി ഓഫ് നീഡ്സ് ആണ് അബ്രഹാം മാസ്ലോ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ കോൺ ഓഫ് എക്സ്പീരിയൻസ് ഈസ് ഗിവൺ ബൈ. ഒരു കൺസെപ്റ്റ് ആണെന്ത്? കോൺ ഓഫ് എക്സ്പീരിയൻസ്, അനുഭവ സ്തൂപിക. ഈ കൺസെപ്റ്റ് ആരുടേതാണ്? അത് ഡെയ്ൽ, എഡ്ഗാർ ഡെയ്ൽ, വെസ്ലി, മിച്ചേലിസ് മൈക്കലീസ് ആൻഡ് ബ്ലൂം. ആരുടേതാണ്? ഉത്തരം എഡ്ഗാർ ഡെയ്ൽ ആണ് കറക്റ്റ് ആൻസർ.